Good afternoon. ഇന്ന് നമ്മൾ എടുക്കുന്ന ക്ലാസ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനും അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് എടുക്കാൻ വന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. അതായത് ഇത്തരത്തിലുള്ളൊരു നെറ്റ്വർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിന് ഏതൊക്കെ എക്സ്ട്രാ ഡിവൈസസ് അല്ലെങ്കിൽ എക്സ്ട്രാ കമ്പോണൻസിൻ്റെ ആവശ്യമുണ്ട്, ആ കമ്പോണൻസിനെ കുറിച്ചാണ് നമ്മളൊന്ന് പഠിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കമ്പോണൻ്റാണ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കൺട്രോളർ എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് അല്ലെങ്കിൽ ഓർ കൺട്രോളർ. നമുക്ക് ടെക്സ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇവിടെ NIC എന്ന് എഴുതിയിട്ട് ഒരു ഫിഗർ ഉണ്ട്. അപ്പോൾ ഈ NIC എന്ന് പറഞ്ഞതാണ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്. ഇതൊരു സർക്യൂട്ട് രൂപത്തിലാണ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നത്. ഇൻ്റർഫേസ് കാർഡ് സാധാരണ എന്തിനാണ് യൂസ് ചെയ്യുക വെച്ചാൽ, ഏതെങ്കിലും ഒരു നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ, നെറ്റ്വർക്ക് എന്താണെന്ന് ഓർമ്മയില്ലേ, ഒരുപാട് കമ്പ്യൂട്ടറും അത് അനുബന്ധ കമ്പ്യൂട്ടറുടെ ഡിവൈസസും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നെറ്റ്വർക്കിലേക്ക് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കൺട്രോളർ എന്ന് പറഞ്ഞത്. അതായത് യൂസ്ഡ് ഫോർ ഡിവൈസ് യൂസ്ഡ് ടു എസ്റ്റാബ്ലിഷ് നെറ്റ്വർക്ക് കണക്ഷൻ. സാധാരണഗതിയിൽ ഇത് CPU-ൻ്റെ ഉള്ളിലാണ് ഈ സാധനം വെച്ചിട്ടുണ്ടാവുക. ഈ ഡിവൈസ് ഓൾറെഡി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവുക ഇൻസൈഡ് CPU ആയിരിക്കും. CPU-നുള്ളിലാണ് ഈ സാധനം കാണാൻ പറ്റുന്നത്. ഒരു സർക്യൂട്ട് രൂപത്തിലാണ്, ഈ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന പോലെ ഒരു സർക്യൂട്ട് രൂപത്തിലാണ് ഇതുണ്ടാവുക. അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസ് കാർഡ് ഉള്ള ഡിവൈസസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിന് മറ്റ് രണ്ട് പേരുകളിലും കൂടി ഇത് അറിയപ്പെടും. ഒന്ന് നെറ്റ്വർക്ക് അഡാപ്റ്റർ അല്ലെങ്കിൽ എതർനെറ്റ് കാർഡ്. നെറ്റ്വർക്ക് അഡാപ്റ്റർ അല്ലെങ്കിൽ എതർനെറ്റ് കാർഡ്. അതായത് ഒന്നാമത്തെ കമ്പോണൻ്റാണ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് അല്ലെങ്കിൽ കൺട്രോളർ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു എസ്റ്റാബ്ലിഷ് എ നെറ്റ്വർക്ക് കണക്ഷൻ ബിറ്റ്വീൻ ദ ഡിവൈസസ്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് എന്ത് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് എന്നും. അത് CPU-ൻ്റെ ഉള്ളിൽ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതുപോലെ ഇതിന് മറ്റ് രണ്ട് പേരുകളാണ് നെറ്റ്വർക്ക് അഡാപ്റ്റർ അല്ലെങ്കിൽ എതർനെറ്റ് കാർഡ് എന്ന് പറയുന്നത്. അതാണ് ഒന്നാമത്തെ ഡിവൈസ്. രണ്ടാമത് ഒരു ഡിവൈസിൻ്റെ പേര് ഹബ് എന്നും അതുപോലെ മൂന്നാമത്തെ ഡിവൈസ് സ്വിച്ച് എന്നുമാണ്. ഈ രണ്ട് സാധനവും ഒരുമിച്ച് പറയുന്നതാണ് നല്ലത്. ഒന്ന് ഹബ്, രണ്ടാമത്തെ സ്വിച്ച്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ടെക്സ്റ്റ് ബുക്കിൽ അടുത്ത രണ്ട് ഫിഗറാണ്. എതർനെറ്റ് ഹബ് എന്ന് കൊടുത്തിരിക്കുന്നു, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ സ്വിച്ചും ഉണ്ടാവും. എതർനെറ്റ് ഹബും സ്വിച്ചും ഏകദേശം ഒരേപോലെ ആയിരിക്കും കാണാനുള്ളത്. അതുപോലെ തന്നെ യൂസും ഒന്ന് തന്നെയാണ്. അതായത് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിവൈസ് നമ്മൾ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിവൈസസ് നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഹബ്ബ്. അതുപോലെ തന്നെ അതേ ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന മറ്റൊരു ഡിവൈസാണ് സ്വിച്ച്. രണ്ടിൻ്റെ യൂസ് സെയിം ആണ്. അതായത് ഒരു സിംഗിൾ നെറ്റ്വർക്കിലേക്ക് എയ്ഡഡ് കമ്പ്യൂട്ടറിനെയും മറ്റ് ഡിവൈസുകളെയും കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസാണ് ഹബ്ബും സ്വിച്ചും. അപ്പോൾ രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? ഹബ്ബ് യൂസ് ചെയ്താൽ പോരെ എല്ലാ സ്ഥലത്തും, അല്ലെങ്കിൽ സ്വിച്ച് യൂസ് ചെയ്താൽ പോരെ എന്നുള്ള സംശയം ഉണ്ടാവും. അപ്പോൾ ഹബ്ബിൻ്റെ എങ്ങനെ ഉണ്ടാവുക വെച്ചാൽ, ഇതൊരു ഹബ്ബാന്ന് വിചാരിക്കുക. അപ്പോൾ ഒരുപാട് കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നുണ്ടാവും, കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ മൊബൈൽ ഫോണോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഹബ്ബിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ എന്തുണ്ടാവും, ഇത് സ്വിച്ച് ആണെങ്കിൽ സ്വിച്ചിൽ എങ്ങനെ ഉണ്ടാവും, കുറേ കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇതൊക്കെ കമ്പ്യൂട്ടറാണ്. കമ്പ്യൂട്ടർ അതുപോലെ പ്രിൻ്റർ, സ്കാനർ അതുപോലത്തെ ഡിവൈസസ് ആയിരിക്കും ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെയാണ് സ്വിച്ചിലും. പക്ഷേ ഇതിപ്പോൾ 1, ഇത് 2, ഇത് 3, ഇത് 4, 5 ഇങ്ങനെ ഡിവൈസസ് നമ്മൾ നമ്പർ ചെയ്യായിരിക്കാം. അപ്പോൾ 1-ൽ നിന്ന് 3-ലേക്ക് ഒരു ഡാറ്റ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ഡാറ്റ പോവുക എവിടേക്കാണ്, ഹബ്ബിലേക്കാണ് പോവുക. ഹബ്ബിൽ എത്തിക്കഴിഞ്ഞ ശേഷം എന്താവും, ഡാറ്റ അവിടെ ഉണ്ടാവും.
അപ്പോൾ ആർക്കാണോ ഡാറ്റ ആവശ്യമുള്ളത് അവർക്കൊക്കെ ഈ ഡാറ്റ സ്വീകരിക്കാനായിട്ട് സാധിക്കും. അതായത് വേണമെങ്കിൽ 1 3ലേക്ക് സെൻഡ് ചെയ്ത ഡാറ്റ ആണെങ്കിലും ഈ ഡാറ്റ ഹബിൽ കിടക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യാം, 2ന് അത് റിസീവ് ചെയ്യാം, 3ക്ക് റിസീവ് ചെയ്യാം, 4ന് റിസീവ് ചെയ്യാം, 5ക്ക് റിസീവ് ചെയ്യാം. അതായത് അഡ്രസ്സ് ചെയ്തിട്ട് നമുക്ക് ഒരു ഡാറ്റേനെ സെൻഡ് ചെയ്യാനായിട്ട് ഹബ്ബ് യൂസ് ചെയ്തുകൊണ്ട് സാധിക്കില്ല. അതാണ് ഇതിൻ്റെ ഒരു പോരായ്മ. സ്വിച്ചിലാണെങ്കിൽ സ്വിച്ചിലൂടെ നമ്മൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ 1 3 ഈ 1ൽ നിന്ന് 3ലേക്കാണ് ഡാറ്റ സെൻഡ് ചെയ്യുന്നതെങ്കിൽ 1ലെ ഡാറ്റ വേറെ ആർക്കും റിസീവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതായത് 2നോ 3നോ 4നോ ഒന്നും റിസീവ് ചെയ്യാൻ സാധിക്കില്ല. പകരം 3ലേക്ക് മാത്രമേ റിസീവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതായത് ഇൻഡൻറ്റ് നോഡ്, അഡ്രസ്സ് ചെയ്ത നോഡ് ഏതാണോ ആ നോഡിലേക്ക് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ഡിവൈസിൽ നിന്ന് അഡ്രസ്സ് ചെയ്ത നോഡിലേക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഡാറ്റ ട്രാൻസ്ഫർ നടക്കുകയുള്ളൂ. അതാണ് ഹബ്ബും സ്വിച്ചും തമ്മിലുള്ള ഡിഫറൻസ്. രണ്ടും നമ്മൾ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിവൈസസ് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. എന്നിട്ട് ഒരു സിംഗിൾ സെഗ്മെൻ്റ് ആക്കി മാറ്റും. പക്ഷേ ഹബ്ബിൽ എന്ത് ചെയ്യാം, ഡാറ്റ കോമൺ ആയിരിക്കും. ഹബ്ബിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡാറ്റ കോമൺ ആയിരിക്കും. ആർക്ക് വേണമെങ്കിലും അതിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഏത് കമ്പ്യൂട്ടറിന് വേണമെങ്കിലും ഹബ്ബിലെ ഡാറ്റാസ് റിസീവ് ചെയ്യാം. സ്വിച്ചിലാണെങ്കിൽ എവിടെ നിന്നാണോ സെൻഡ് ചെയ്യുന്നത് ആ സെൻഡ് ചെയ്യുന്നതിൻ്റെ കൂടെ റിസീവർ അഡ്രസ്സും കൂടി ഉണ്ടാവും. അപ്പോൾ ഏത് കമ്പ്യൂട്ടറാണോ റിസീവ് ചെയ്യേണ്ടത് ആ റിസീവ് ചെയ്യുന്ന കമ്പ്യൂട്ടറിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, സ്വിച്ചിലൂടെ പോകുന്ന ഡാറ്റ അവൈലബിൾ ആവുള്ളൂ. അതാണ് ഹബ്ബ് സ്വിച്ച്, രണ്ടാമത്തെ 2 ഡിവൈസസ്. മൂന്നാമത് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യം, നാലാമത്തെ കാര്യം ഏറ്റവും ആവശ്യമുള്ളതാണ് കേബിൾസ്. ഇത്തരത്തിലുള്ള കണക്ഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, കേബിൾസിൻ്റെ സഹായം വേണ്ടി വന്നു പണ്ട് കാലങ്ങളിൽ. ഇപ്പോഴും നമ്മൾ കേബിൾസ് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ കേബിൾ അല്ലാത്ത മെത്തേഡും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കേബിൾസ് നമ്മൾ പഠിക്കുമ്പോൾ 3 തരം കേബിൾസാണ് പഠിക്കാനുള്ളത്. ഒന്ന് എന്താണെന്ന് മാത്രമേ പഠിക്കാനുള്ളൂ കേട്ടോ, അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽ ഉണ്ടാവില്ല നിങ്ങൾക്ക്. ഒന്നാമത്തത് ട്വിസ്റ്റഡ് പെയർ, രണ്ടാമത്തത് കൊയാക്സിയൽ കേബിൾ, മൂന്നാമത്തത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. ഇങ്ങനെ 3 തരത്തിലുള്ള കേബിൾസാണ് നമ്മൾ എന്ത് ചെയ്യുക, സാധാരണഗതിയിൽ നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ യൂസ് ചെയ്യാറ്. ഇതിൽ ഒന്നാമത്തെ ട്വിസ്റ്റഡ് പെയർ, പേര് പോലെ തന്നെയാണ്, ട്വിസ്റ്റഡ് ആയി. അതായത് ഇങ്ങനൊരു വയറുണ്ടാവും. ഇതന്നെ പിന്നെ 2 തരത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അത് ജസ്റ്റ് നിങ്ങളെ പേര് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ഷീൽഡഡും അൺഷീൽഡഡും ആയിട്ട്. അതൊന്നും നിങ്ങൾക്കിപ്പോൾ പഠിക്കാനില്ല, നിലവിൽ പഠിക്കാനില്ല. അപ്പോൾ ഷീൽഡഡും അൺഷീൽഡ് ട്വിസ്റ്റഡ് പെയർ എന്നിട്ട് 2 വയർ സെപ്പറേറ്റ് ക്ലാസിഫിക്കേഷനോട് ട്വിസ്റ്റഡ് പെയറിനുണ്ട്. അപ്പോൾ ഇത് സാധാരണ ഒരു വയർ, ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഉണ്ടാവുക വെച്ചാൽ 2 വയേഴ്സ് പെയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. 2 വയേഴ്സ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് പെയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അങ്ങനത്തെ 4 പെയർ വരുന്ന വയേഴ്സാണ് എന്തിലുണ്ടാവുക, സാധാരണ ട്വിസ്റ്റഡ് പെയർസിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. അപ്പോൾ ഇതിൽ ഷീൽഡഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വയേഴ്സിനെ വീണ്ടും ഒരു ഔട്ടർ ഇൻസുലേഷൻ കൂടി കൊടുത്തിട്ട് ഷീൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിനെയാണ് ഷീൽഡഡ് എന്ന് പറയുക. ഇങ്ങനെ ഔട്ടർ ഇൻസുലേഷൻ കൊടുക്കാത്തതിനെ അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ എന്നും പറയും. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ട്വിസ്റ്റഡ് പെയർ. രണ്ടാമത്തത്, ഇതിന് ഫിഗറൊന്നും ടെക്സ്റ്റിൽ ഉണ്ടാവില്ല, അപ്പോൾ ജസ്റ്റ് വേണ്ട ആൾക്കാരൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. കൊയാക്സിയൽ കേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ കേബിൾ ആയിരിക്കും. പക്ഷെ അതിന് ഒരു മൂന്ന് കോട്ടിങ് എക്സ്ട്രാ വരും. അതായത് എക്സ്ട്രാ ഇൻസുലേഷൻസ് 3 തരത്തിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഉള്ളിൽ വരുന്ന സാധനമാണ് എന്ത്, കൊയാക്സിയൽ കേബിൾ. ഇതിൽ സാധാരണ നമ്മൾ ഈ കൊയാക്സിയൽ കേബിൾ യൂസ് ചെയ്യുന്നുണ്ട് നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ് സെൻഡ് ചെയ്യാൻ പറ്റുക. ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നൽസ് സെൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഏത്, കൊയാക്സിയൽ കേബിൾ എന്ന് പറഞ്ഞിട്ടുള്ള കേബിൾ. ഇതേ സ്ട്രക്ചർ തന്നെയായിരിക്കും എന്തിനുണ്ടാവുക, ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിന്. പക്ഷേ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ മെയ്ഡപ്പ് ഓഫ് ഗ്ലാസ് ആയിരിക്കും, ഉള്ളിലെ ലെയർ ഗ്ലാസ് കൊണ്ടായിരിക്കും ഉണ്ടാക്കുക. അപ്പോൾ സാധാരണ ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കുന്നതിന് ഇതിൽ ഉപയോഗിക്കുന്ന സിഗ്നൽ ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നൽസ് ആയിരിക്കില്ല. ഈ ട്വിസ്റ്റഡ് പെയറിലാണെങ്കിൽ നമ്മൾ എന്താ പറയുക, ടെലിഫോൺ സിഗ്നൽസ് ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ ഇതിൽ ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നൽസ് ആയിരിക്കും ഉണ്ടാവുക. അതിന് പകരം ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലെ ലെയർ ഗ്ലാസ് ആയിരിക്കും. ഇതുപോലെ 4 ലെയർ സ്ട്രക്ചറാണ് ഉണ്ടാവുക, പക്ഷേ ഉള്ളിലെ ലെയർ ഗ്ലാസ് ആയിരിക്കും. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന
ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് സാധാരണ ലൈറ്റാണ് നമ്മൾ എന്ത് ചെയ്യുക ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മീഡിയം. അപ്പോൾ ഇതിലിങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ ഒരു ലൈറ്റ് പുറത്തുനിന്ന് എക്സ്റ്റേണൽ ലൈറ്റ് വരുമ്പോൾ ലൈറ്റ് ഇവിടെ തട്ടും, ആ ഗ്ലാസ് മിററിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യും, ഇങ്ങോട്ട് വരും, അതേപോലെ ഇങ്ങോട്ട് പോകും, തിരിച്ച് ഇങ്ങനെ വരും. അങ്ങനെ സിക്സാഗ് ആയിട്ട് നമ്മൾ എന്താവും നമ്മൾ കൊടുക്കുന്ന ഡാറ്റ ട്രാൻസ്ഫർ ചെയ്ത് പോകും. പക്ഷേ ഇവിടുത്തെ ഡാറ്റ ട്രാൻസ്ഫർ യൂസ് ചെയ്യുന്ന മീഡിയം ലൈറ്റ് ആയിരിക്കും. അതാണ് കേബിൾസിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിൽ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ ടെക്സ്റ്റ് ഇല്ല, അപ്പോൾ എന്നാലും ശ്രദ്ധിക്കുക. ട്വിസ്റ്റഡ് പെയർ കേബിൾ സാധാരണ നമുക്ക് ഷോർട്ട് ഡിസ്റ്റൻസിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഷോർട്ട് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ട്വിസ്റ്റഡ് പെയർ. കയാക്സിലാകുമ്പോൾ കുറച്ചും കൂടി ലോങ് ഡിസ്റ്റൻസിലേക്ക് കിട്ടും വെൻ കമ്പയർഡ് ടു ട്വിസ്റ്റഡ് പെയർ. പക്ഷേ ഒപ്റ്റിക്കൽ ഫൈബർ വെറി ലോങ് ഡിസ്റ്റൻസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെറി ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കാരണം ലൈറ്റിൻ്റെ സ്പീഡ് ബാക്കി ഒരു വേവ്സിനോ സിഗ്നൽസിനോ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നിങ്ങൾ മിന്നലടിക്കുമ്പോൾ മിന്നൽ പെട്ടെന്ന് ഇവിടെ കാണുന്നത്. ഇടീൻ്റെ ശബ്ദത്തിന് കേൾക്കുന്നതിന് മുന്നേ ലൈറ്റ് നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ്. അടുത്തൊരു ഡിവൈസാണ് മോഡം. പേര് പോലെ തന്നെയാണ്. ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വായിക്കാൻ പറ്റും. അതായത് ഡി നമ്മൾ കോമൺ ആയിട്ട് വെക്കുക. അതായത് മോഡ് പ്ലസ് ഡം. അതായത് ഒന്ന് മോഡുലേറ്റർ മറ്റേത് ഡീമോഡുലേറ്റർ. അങ്ങനെ ഡീമോഡുലേറ്ററിൻ്റെ കോമ്പിനേഷൻ വരുന്ന ഡിവൈസാണ് മോഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സാധാരണ നിങ്ങൾ കാണും വീട്ടിലൊക്കെ വെച്ചിട്ടുണ്ട്, ഒരു പെട്ടിയായിരിക്കും കാണുക. അപ്പോൾ ഈ ഡിവൈസിൻ്റെ ഉപയോഗം എന്താ വെച്ചാൽ നമുക്കറിയാം ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സിഗ്നൽസൊക്കെ അനലോഗ് സിഗ്നൽസ് അല്ലെങ്കിൽ ലൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് മാറ്റുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന സിഗ്നൽ ഏതാ, ഡിജിറ്റൽ സിഗ്നൽസ് ആണെന്ന് നമുക്കറിയാം. ഡിജിറ്റൽ സിഗ്നൽസ് ആയിരിക്കും നമ്മളെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന സിഗ്നൽസ്. അപ്പോൾ ഈ ഡിജിറ്റൽ സിഗ്നൽസിനെ അനലോഗ് ആക്കി മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് മോഡുലേറ്ററും, അതുപോലെ തിരിച്ച് അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ ടു അനലോഗ്, വീണ്ടും അതിന് തിരിച്ച് ഡിജിറ്റൽ, ആ പ്രക്രിയ ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസാണ് മോഡം. അതിൽ ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് ആക്കി മാറ്റുന്ന ഭാഗമാണ് മോഡുലേറ്റർ. അതുപോലെ അനലോഗിനെ ഡിജിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഭാഗമാണ് ഡീമോഡുലേറ്റർ. ഈ പ്രോസസ്സിനെ നമ്മൾ മോഡുലേഷൻ എന്നും അനലോഗിനെ തിരിച്ച് ഡിജിറ്റലിലേക്ക് ആക്കുന്ന പ്രോസസ്സിനെ ഡീമോഡുലേഷനും എന്നും പറയുന്നു. അപ്പോൾ ഇതാണ് നാലാമത്തെ ഒരു ഡിവൈസ്. അതായത് നമ്മൾ നോർമൽ ടെലിഫോൺ ലൈൻസിലൂടെ സെൻഡ് ചെയ്യാൻ പറ്റുന്ന സിഗ്നൽസ് അനലോഗാണ്. കമ്പ്യൂട്ടറിന് നമുക്ക് മനസ്സിലാവുന്ന സിഗ്നൽസ് ഡിജിറ്റൽ സിഗ്നൽസ് ആണ്. അപ്പോൾ ഡിജിറ്റലിനെ അനലോഗിലേക്കും അനലോഗിനെ ഡിജിറ്റലിലേക്കും കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് മോഡം. അപ്പോൾ മോഡം മോഡുലേറ്റർ ഡീമോഡുലേറ്റർ കോമ്പിനേഷൻ ആയിരിക്കും എന്നുള്ള മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും ഡിവൈസസ് നമുക്ക് ഈ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി ഡിവൈസസ് പഠിക്കാം. അപ്പോൾ ശരി, താങ്ക് യു.